നീ ഇപ്പം എൻ്റെ അടുത്ത് എന്താ വന്ന് ചോദിച്ചത്? നിൻ്റെ മക്കാറ് സ്നേഹമൊന്നും എൻ്റെ അടുത്ത് കാണിക്കണ്ട. ഞാൻ നിന്നെക്കാട്ടി ഒരുപാട് ഓണം ഉണ്ട് വന്നതെന്നൊക്കെ സരിക പറയുന്നുണ്ട്. നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ കേട്ടോ. ഒന്നുകിൽ നീ പറ, അല്ലെങ്കിൽ ഞാൻ പറയാം. രന ഇടയ്ക്ക് കയറി ചേച്ചി ചേച്ചി ഞാൻ എന്തോ ചേച്ചിയുടെ പറഞ്ഞെന്ന് പറയാൻ സമ്മതിക്കുന്നില്ല. സരിക തന്നെ സംസാരിക്കുകയാണ്, പക്ഷേ രനയ്ക്ക് ചാൻസ് പോലും കൊടുക്കുന്നില്ല. നീ പറ എന്ന് പറഞ്ഞപ്പോൾ രന രണ്ട് കൈയും പൂട്ടി ഇങ്ങനെ തൊഴുന്നുണ്ട്. ഒന്നുകിൽ നീ പറ, അല്ലെങ്കിൽ എനിക്ക് പറയാനൊരു അവസരം താ. ഞാൻ അവിടെ നിന്നപ്പോൾ ഇവൾ വന്നിട്ട് വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ കരഞ്ഞോ? ചേച്ചി കരഞ്ഞോ? ചേച്ചി എന്തിനാ മെൻ്റലി വീക്കാവുന്നത്? ഇങ്ങനെയാണോ ഒരാളെ സമാധാനപ്പെടുത്തുന്നത്? അപ്പോൾ രന വീണ്ടും പറഞ്ഞു, ഞാൻ തമാശയ്ക്ക് ചോദിച്ചാ ചേച്ചി, ഞാൻ തമാശയ്ക്ക് പറഞ്ഞ് സീരിയസ് ആയിട്ടൊരു സ്നേഹത്തോടെ കൂടിപ്പോയി പറഞ്ഞ്. ചേച്ചി ഇതെല്ലാം ഒരു ഡ്രാമയാക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് രന പറയുന്നു. ഇനിയിപ്പം നീ അത് പറഞ്ഞുണ്ടാക്കിക്കോന്ന് സരിക പറയുന്നുണ്ട്. രണ്ടുപേരും ഒരു കരയ്ക്ക് അടുക്കുന്ന ലക്ഷണമില്ല. നീ ഇങ്ങനെ ഹെർട്ട് ചെയ്യുന്നവണൊക്കെ സംസാരിക്കല്ലേ രന, അത് മോശമല്ലേ? എത്ര പ്രാവശ്യം നീ പറയുന്നത്? വീണ്ടും വീണ്ടും വന്നിട്ട് നീ എൻ്റെ അടുത്ത് ഞാൻ അവിടെ മാറി നിൽക്കുമ്പോഴെല്ലാം വന്നിട്ട് ഇത് തന്നെ പറയല്ലേ? അപ്പം വീണ്ടും പറയുന്നുണ്ട്, ഒന്ന് ഹഗ് ചെയ്താൽ മാറുന്ന പിണക്കമേ ഉള്ളെന്ന് അനുമോൾ പറയുന്നുണ്ട്. ശാരിക കേവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവൾ നിന്നെ മൈൻഡ് ചെയ്തില്ല, അതല്ലേ നിനക്ക് പ്രശ്നം? അവിടെ ഒരു സോറി പറഞ്ഞാൽ തീർന്ന പ്രശ്നമല്ലേ ഉള്ളൂ, പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? അതൊരു വലിയൊരു പ്രൊഫസറാണല്ലോ, എല്ലാവരെയും എന്താ പറയുന്നത്, എന്തും പറയുന്ന കണക്കുള്ള ഒരു വ്യക്തിയാണ് അവർ. അപ്പോൾ അവരുടെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഈ സരിക തന്നെ അങ്ങ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. രനയ്ക്ക് പറയാൻ പോലും കൊടുക്കുന്നില്ല. ലാസ്റ്റ് എല്ലാവരുടെ പറഞ്ഞതും പ്രകാരം രന അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പം രന പറയുന്നുണ്ട്, സോറി ചേച്ചി, ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചേച്ചിക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കെട്ടിപ്പിടിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട്, ചേച്ചി നമ്മൾ ആ വെട്ടി കിടന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെല്ലാം പോയ കാര്യം പറഞ്ഞിട്ടുണ്ട്, ആരെല്ലാം പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അന്നേരം ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ ചേച്ചി. ഇപ്പം ഞാൻ ചേച്ചിയോട് തമാശയ്ക്കല്ലേ പറഞ്ഞത്, ചേച്ചിക്ക് ഇത്രയും ഹേർട്ടായെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ തുടക്കം റെന വന്നപ്പം അവരെ മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമായിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞപ്പം വിഷയം മാറി, വേറെ കാര്യങ്ങളായി. ഇപ്പം രന സംസാരിച്ചപ്പം ഇത് ചേച്ചിയുടെ ഒരു ഡ്രാമയാണെന്ന് രന പറഞ്ഞു. അതൊരു വലിയ സംസാരമായി. അപ്പോൾ ഹൗസിലുള്ളവർ മൊത്തം ഇങ്ങനെ നോക്കിക്കുക, എന്തുവാ ഇവിടെ നടക്കുന്നത്? ഇവർ 2 ദിവസത്തേക്ക് വന്നിട്ട് കാര്യം പറഞ്ഞിരിക്കാൻ വന്നിട്ട് ഇവിടെ കിടന്ന് ഇടി കൂടുകയാണോ?